ഒരു മുസ്ലിം പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ മോതിരക്കല്ലുകളെക്കുറിച്ചുള്ള ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. വ്യത്യസ്ത കല്ലുകൾ അണിഞ്ഞാലുള്ള അത്ഭുത ഗുണങ്ങളും ഓരോരുത്തർക്കും ചേർന്ന കല്ല് തിരഞ്ഞെടുക്കാനുള്ള വഴികളും ആ ക്ലാസ്സിൽ വിവരിക്കുന്നുണ്ടത്രേ. അതിൽ ഒരു വ്യക്തിയുടെ പേരിനൊപ്പം ഉമ്മയുടെ പേര് ചേർത്ത് അഭിജിത് പ്രകാരമുള്ള എണ്ണം എടുത്ത് യോജിച്ച കല്ല് തിരഞ്ഞെടുക്കുന്ന രൂപമുണ്ട്. ജനനത്തീയതിയിലെ സംഖ്യകൾ പരസ്പരം കൂട്ടി അതിൻ്റെ ഫലത്തിനനുസരിച്ചുള്ള ചാർട്ടുമുണ്ട്. കൂടാതെ ജനിച്ച സമയത്തെ രാശി നോക്കിയും കല്ല് തിരഞ്ഞെടുക്കുന്ന രൂപം പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഇസ്ലാമികമായി അനുവദനീയമാണോ? ജനനസമയത്തെ രാശിയും നമ്മുടെ ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടോ? പേരിൻ്റെ സംഖ്യയും നമ്മുടെ ആരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധമുണ്ടാവുന്നത്? അതുപോലെ മോതിരക്കല്ലിലേക്ക് ഹാദിമീങ്ങളായ ജിന്നുകളെ എത്തിക്കുന്ന ക്രിയയും ക്ലാസിൻ്റെ ഭാഗമാണ്. കല്ലുകളിൽ ജിന്നുകളെ എത്തിക്കുക എന്നത് സാധ്യമാണോ? മോതിരക്കല്ല്, അല്ലാത്ത കല്ല്, മുട്ടിക്കണ്ട മരം, ഇതിൻ്റെയൊക്കെ ഉപകാരം എന്താണ്, ഉപയോഗം എന്താണ് എന്ന് പഠിപ്പിക്കുന്നവരല്ല മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കല്ലുകളെ സംബന്ധിച്ചിടത്തോളം ആ കല്ലിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും ഇന്നിന്ന കല്ലുകൾ ധരിച്ചാൽ ഇന്നതുണ്ടാകും, ഇന്ന നേട്ടമുണ്ടാകും എന്നൊക്കെ പരിചയത്തിൻ്റെയോ നിരീക്ഷണങ്ങളുടെയോ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുടെയോ ഒക്കെ വെളിച്ചത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫിലോസഫിസ്റ്റുകളാണ് പറയാറുള്ളത്. നമ്മുടെ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ള അത്തരം ഫിലോസഫിസ്റ്റുകളാണ് ആ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. പദാർത്ഥ സംബന്ധമായ കാര്യങ്ങളുടെ നേട്ടകോട്ടങ്ങൾ, വിജയപജയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഉപകാരങ്ങളൊക്കെ അതൊക്കെ ചർച്ച ചെയ്യുന്ന അവരാണ് ഇതുമായി ബന്ധപ്പെടാറുള്ളത്. അപ്പോൾ ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അവലംബിച്ചുകൊണ്ടല്ല. അത്തരത്തിലുള്ളതൊക്കെ നബിക്ക് മുൻപേ ഈ ഫിലോസഫിസ്റ്റുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആ കല്ലിനിങ്ങനെ, ഈ കല്ലിനിങ്ങനെ, അങ്ങനെ പ്രത്യേകത. തദടിസ്ഥാനത്തിൽ മുമ്പേ ഉള്ള വിവരം എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കല്ലിൻ്റെ സംബന്ധിച്ചോ മറ്റൊക്കെ ചില ഹദീസുകൾ ദഈഫായൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്ഥിരപ്പെട്ട ഹദീസ് ആ കാര്യങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്ന കല്ലിന് ഇങ്ങനെയെന്ന് പറയാം. അതൊക്കെ ഭൗതികന്മാരുടേതാണ് എന്നർത്ഥം. എന്ന് വെച്ച് തെറ്റാകണമൊന്നുമില്ല. ആ കല്ലിന് ഈ പ്രത്യേകത ഉണ്ട്, ഈ കല്ലിന് ഈ പ്രത്യേകത. പക്ഷേ ഇപ്പം ചിലരൊക്കെ ഈ കല്ലുമ്മലാണ് ആകെ. ഏതെങ്കിലും വലിയ ആൾക്കാർ, അവർക്ക് കിട്ടിയ സ്ഥാനങ്ങളും ബഹുമതികളും ഭരണവും പേരും പ്രശസ്തിയും എല്ലാം ഈ കല്ലുമ്മലാണ് വരുന്നത്, ഈ മോതിരത്തമ്മലാണ് വരുന്നത് എന്നുള്ള കണക്കാണ് സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ. അത് ഈ കല്ലും കച്ചവടക്കാർ അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. കല്ല് വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാർ റോട്ടിൽ നിന്ന് കല്ലെടുത്ത് നോക്കുക, ആ കല്ല് അതാണ് ഇതാണ് തന്നെ ആൾക്കാരെ വെറുതെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ന മുസ്ലിയാരുടെ കയ്യിലുള്ള കല്ലിതാണ്, ഇന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത് ഇതാണ്, ഇന്ന പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്, ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ഐഡിയ ഇതിലൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അഭിജിതിൻ്റെ കണക്കുമൊക്കെ എല്ലാവർക്കും കിട്ടും. അസ്മാവും പണിയായിട്ട് നടക്കുന്നവർക്കൊക്കെ അതിൻ്റെ കണക്ക് നോക്കി ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഉമ്മാൻ്റെ നമ്പറും ബാപ്പാൻ്റെ നമ്പറും ഒക്കെ ഇറക്കിയിട്ട് അത് തമ്മിൽ യോജിച്ചാൽ അതുണ്ടാവും, ഇതുണ്ടാവും, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടും നമ്മുടെ ദീനായിട്ടും ബന്ധപ്പെടുത്തേണ്ടതില്ല. അതൊന്നും ദീനിയായിട്ടുള്ളൊരു വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വല്ല യോജിപ്പും മറ്റോ ഒക്കെ നോക്കിയിട്ട് അടിസ്ഥാനപരമായി ദീനിൽ അങ്ങനെ വല്ലതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ദീനി അല്ലാത്ത നിലയിൽ ബൗദ്ധികമായ അനുമാനങ്ങളുടെയോ ബൗദ്ധികമായ നിരീക്ഷണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ മഴ പെയ്യേണ്ട കാര്യം, ഇങ്ങനെ കാറ്റടിച്ചാൽ ഇന്നുകൊണ്ടുണ്ടാവും എന്നുള്ള കാര്യം, കിഴക്കുന്ന് മേഘം വന്നാൽ അങ്ങനെ, പടിഞ്ഞാറിന് മേഘം വന്നാൽ ഇങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന തത്വങ്ങളാണ്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലുണ്ടാകുന്ന പല അനുഭവങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അതിനെ തത്വമായി ആവിഷ്കരിക്കുന്ന ഗവേഷണപരമായിട്ട് രീതി അനുസരിച്ച് ഉരുത്തിരിയുന്നതാണ് ഇത്തരം തത്വങ്ങളൊക്കെ. അത്തരം തത്വങ്ങൾ കല്ലിൻ്റെയും അതുപോലത്തെ വസ്തുക്കളുടെയും ഒക്കെ കാര്യത്തിലുണ്ടായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ പിഴച്ചുപോയെന്നും ഇരിക്കാം. പിന്നെ രാശി നോക്കി, ആളെ രാശി നോക്കി, ജന്മം നോക്കി, രാശി നോക്കി, ഇതൊന്നും ഇസ്ലാമികമായ രീതിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്ന് വെച്ചാൽ അതൊക്കെ മനുഷ്യൻ അപകടത്തിൽപ്പെടാനും വളരെയധികം തെറ്റിദ്ധാരണകളിലകപ്പെടാനും വേണ്ട കാര്യങ്ങളിൽ നിന്ന് ശരിക്കും മനുഷ്യൻ്റെ ശ്രദ്ധ പിന്തിരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ഖദാ ഖദർ കൊണ്ടുള്ള ശരിയായ വിശ്വാസത്തിന് ഭംഗം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നതുകൊണ്ടാണ് അത്തരം ജ്യോതിഷ പരിപാടികളുടെയും
രാശി നോക്കലുകളുടെയും ഒക്കെ കടക്കൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലും ഇസ്ലാമും കത്തിവെച്ചത്. അത് നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല, നോക്കേണ്ടതില്ല എന്നാണ് ഇത്. ഇതൊന്നും ഇവിടുത്തെ പ്രകൃതി വസ്തുക്കളുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല. ഞാൻ ഇക്കാര്യത്തിൽ ഒരു ചെറിയ സംഭവം പറയാം. ഖലീഫമാരുടെ കൂട്ടത്തിൽ ഉമവി ഖലീഫമാരിൽ ഇങ്ങനെ രാശി നോക്കുന്നവരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും ഒക്കെ അടുപ്പിക്കുന്നവരും അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവരും അവർ പറയുന്ന നിശ്ചയിക്കുന്ന സമയത്തിനനുസരിച്ച് കൊണ്ട് തന്നെ കാര്യങ്ങളും ഭരണകാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവക്കാർ ചിലരുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്, ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടും സ്വീകാര്യത കിട്ടാനൊക്കെ ചെയ്യുന്നതായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ അബൂ ജാഫറിൽ മൻസൂറാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അങ്ങനെ മുനജ്ജിമീങ്ങളെ നോക്കുന്ന ഒരാളാണ്. അദ്ദേഹം വ്യാകുലനായി ഒരിക്കങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഒന്നും ഒരു ശ്രദ്ധയില്ല, എന്തിനും ആവുന്നില്ല ആ വിധത്തിൽ. അപ്പം എന്താ സംഭവം? അദ്ദേഹത്തിൻ്റെ മന്ത്രി അദ്ദേഹത്തോട് അടുത്ത് നിന്ന് നല്ലോണം ലോക്യം കൂടിയിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു പ്രയാസം കാണുന്നത്, വളരെ ദുഃഖകരമായൊരവസ്ഥ. അപ്പോൾ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ജ്യോതിഷ പണ്ഡിതന്മാർ ജ്യോതിഷ കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ ജനനരാശിയും മറ്റൊക്കെ നോക്കിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ആയുസുള്ളൂ, ആ ആയുസ് കഴിഞ്ഞാൽ അയാൾ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അയാളുടെ ദുഃഖത്തിൻ്റെ കാരണം. ഈ നിർണിത ദിവസങ്ങളിൽ തന്നെ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിശ്വസിച്ചു പോവുകയാണ് ജ്യോതിഷ കണക്കുകളും രാശി കണക്കും ഒക്കെ ഈ ജഫർ മൻസൂർ. മന്ത്രി പറഞ്ഞു അതിന് പണിയുണ്ട്, ആരാണ് പറഞ്ഞ ആളെന്ന് വെച്ച്. അപ്പോൾ ആ മുനജ്ജിമിനെ വിളിച്ചു വരുത്തി. മുനജ്ജിമിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാൻ പറഞ്ഞു മന്ത്രി. രാജാക്കന്മാരെ ഉപദേശിക്കലൊക്കെ മന്ത്രിമാർ ഉപദേഷ്ടാക്കളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ആയുസ്സുണ്ട്, നിങ്ങളുടെ കണക്ക് പ്രകാരം എത്ര വർഷം ജീവിച്ചിരിക്കാണ്ട് എന്ന് വെച്ചു. അപ്പോൾ ഒരു 10-40 വർഷത്തെ കണക്ക് പറഞ്ഞു, 10-40 വർഷം. ആ സമയത്ത് ഈ മന്ത്രി പറഞ്ഞു, ഉടനെ ഓർഡർ കൊടുക്കണം ഇയാളെ കൊല്ലാൻ, പെട്ടെന്ന് കൊല്ലട്ടെ, അയാൾ ഓർഡർ കൊടുക്കണം. അയാൾ ഓർഡർ കൊടുത്തു, അയാൾ മരിച്ചു. അപ്പോൾ 40 വർഷം ആയുസ് ജ്യോതിഷ കണക്ക് പ്രകാരമുള്ള ഈ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഖലീഫ പറഞ്ഞപ്പോൾ അപ്പം തന്നെ കൊന്ന് അയാൾ മരിച്ചില്ലേ? ഈ കണക്കാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാതി കണക്കൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ എന്തിരിക്കും എന്നാണ് അബൂ ജാഫർ മൻസൂറിൻ്റെ മന്ത്രി പഠിപ്പിച്ചത്. ഇതാണ് ഈ കാര്യത്തിലെ വസ്തുത. അപ്പോൾ അതുമലൊക്കെ കൂടിയിട്ട് നമ്മൾ വെറുതെങ്കിലും ആ കല്ല് വാങ്ങി ഈ കല്ല് വാങ്ങി, ഒരു കല്ലിൻ്റെ വിലയാണിത്. സ്വർണ്ണമൊന്നും അല്ലത്, സ്വർണ്ണവും കല്ല് തന്നെയാണ്, സ്വർണ്ണവും വെള്ളിയൊക്കെ കല്ല് തന്നെയാണ്. ആ കല്ലുപോലത്തിൽ കല്ല് തിളങ്ങി കാണുമ്പോൾ ആ കല്ലിന് ഫൈറൂസ് മറ്റേ മറിച്ച് എന്ന് പറഞ്ഞ് ഇതിനൊക്കെ 10,000 കോടിക്കണക്കിന് ഉറുപ്പികളൊക്കെയാണ് ഓരോരുത്തർ മേടിക്കുന്നത്. അതൊക്കെ മോതിരത്തിലാക്കിയിട്ട് ജിന്നിനാക്കാൻ വേണ്ടി ജിന്നിനെ നോക്കുന്ന ആൾക്കാർ ചിലരൊക്കെ മോതിരത്തിൽ നോക്കണ്ട. അത് മോതിരത്തിലെല്ലാം മുഖത്തും കാണും. ചിലപ്പോൾ ഈ പോലത്തെ ചോരുമ തിളങ്ങണിമൊക്കെ തിളങ്ങുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ തിളങ്ങണിമയിലൊക്കെ കാണുന്ന രൂപങ്ങളാണ്. അതൊക്കെ ചില കൈക്രിയകളും ചില വിദ്യകളുമാണ്. ആ വിദ്യകളൊക്കെ മുസ്ലിമീങ്ങളുടെ അടുക്കൽ മാത്രമല്ല മുസ്ലിം അല്ലാത്തവരുടെ അടുക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഇസ്ലാമിൻ്റെ പേരിലോ ദീനിൻ്റെ പേരിലോ ആയിട്ട് ആരും സ്വീകരിക്കേണ്ടതുമില്ല, അത് ആ രൂപത്തിൽ ചെലവാക്കേണ്ടതുമില്ല. അത്തരം അബദ്ധങ്ങളിലൊന്നും മുസ്ലിങ്ങളും വിശ്വാസികളും പെടാതിരിക്കുകയാണ് നല്ലത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.